കെഎസ്ആർടിസിയിൽ ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. BMS യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ജീവനക്കാർ പ്രതിഷേധ മാർച്ച് നടത്തി. സമരം ചെയ്താൽ മാത്രം ശമ്പളം നൽകുന്ന രീതി സർക്കാർ അവസാനിപ്പിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ശമ്പളവും പെൻഷനുമില്ലാതെ KSRTC ജീവനക്കാർ വലയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ജൂണിലെ ശമ്പളം ജൂലൈ പാതിയിലെത്തുമ്പോഴും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് BMS യൂണിയൻ KSRTC ചീഫ് ഓഫീസിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാത്തതിനാൽ വായ്പകളിൽ കുരുങ്ങിയിരിക്കുകയാണ് ജീവിതമെന്ന് KSRTC ജീവനക്കാർ പറയുന്നു. ഇത് പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം. ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നും കൃത്യമായി അടയ്ക്കേണ്ട തുക, ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കുന്ന പൈസ ബാങ്കിൽ അടയ്ക്കാതെ ബാങ്കുകളുടെ ജപ്തി ഭീഷണി ജീവനക്കാരിലേക്ക് നേരിടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. എല്ലാ മാസവും ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ജീവനക്കാർ പറയുന്നു. അങ്ങനെ ഓരോ മാസവും ഓരോ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വെമ്പൽ കൊള്ളുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് KSRTCയുടെ വിഷയങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 44 ജീവനക്കാരാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതിൽ 7 പേര് ആത്മഹത്യ ചെയ്തവരാണ്. ഇത്തരത്തിൽ KSRTCയിലെ ജീവനക്കാരനെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ കാരണം ഒന്ന്, അവൻ്റെ സാമ്പത്തിക പരാധീനതയാണ്. ആ സാമ്പത്തിക പരാധീനത KSRTC സൃഷ്ടിക്കുന്നതിൽ നമ്പർ 1 കാരണക്കാർ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണെന്ന് ഒരു തരത്തിലുള്ള സംശയവുമില്ലാതെ ഞങ്ങൾക്ക് അടിയുറച്ച് തന്നെ പറയാൻ പറ്റും. KSRTC ജീവനക്കാർക്ക് ശമ്പളം ഒറ്റത്തവണയായി നൽകുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. എന്നാൽ ഉറപ്പു നൽകിയതിനു ശേഷവും ശമ്പളത്തിന് വേണ്ടിയുള്ള ജീവനക്കാരുടെ സമരം തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.